നോക്കൂ സുഹൃത്തുക്കളെ, ശാഖയിലെ കുണ്ടൻ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. വേടനായാലും വെട്ടുക്കിളിയായാലും കള്ളും കഞ്ചാവും അടിച്ച് ചെയ്യുന്ന കോപ്രായങ്ങൾക്ക് കൈയടിക്കാൻ കുറെ അനുഭാവികളെ കിട്ടുമ്പോൾ ആളാകാൻ നീ പറയുന്ന ബോധമില്ലായ്മയ്ക്ക് കൈയടിക്കാൻ കുറെ വാണങ്ങൾ നിനക്ക് ചുറ്റും ഉണ്ടാവും. നീ പറഞ്ഞ ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ വീട്ടിൽ നിന്ന് എന്താണോ അവർ തപ്പി വന്നത് അത് തപ്പി എടുത്തുകൊണ്ട് തന്നെയാണ് അവർ പോയേക്കുന്നത്. 100 കോടി 500 കോടി എന്നൊക്കെ പറഞ്ഞ് തള്ളുമ്പോൾ അത് എങ്ങനെ ഉണ്ടായി എന്നറിയാൻ ഇവിടെ സംവിധാനങ്ങളുണ്ട്. മോനതറിയില്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞുതരാം. പിന്നീട് മാറിപ്പോകരുത്, മാറ്റി പറയരുത്. നികുതി വെട്ടിച്ചാൽ ഇൻകം ടാക്സ് വരും. അഴിമതി നടത്തിയാൽ CBI വരും. CBI. കടലാസ് കമ്പനികൾ നടത്തി പണം വെട്ടിച്ചാൽ SFIO വരും. സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ മുഖ്യന്റെ മകളോട് ചോദിച്ചാൽ കറക്റ്റ് സമയമാണ് പറഞ്ഞുതരും. വിദേശ നാണ്യം ഉൾപ്പെടുന്ന സാമ്പത്തിക കുറ്റങ്ങൾ ചെയ്താൽ ED വരും. ED. രാജ്യത്തിനകത്തിരുന്ന് തീവ്രവാദം നടത്തിയാൽ NIA വരും. സംശയം ഉണ്ടെങ്കിൽ നിന്നെ കുറച്ച് സുഡാപ്പി സുഹൃത്തുക്കളോട് വിളിച്ച് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. പുറത്തുനിന്ന് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്താൽ RO വരും. RO. വിദേശത്തിരുന്നുകൊണ്ട് രാജ്യത്തിനകത്ത് തീവ്രവാദം നടത്തിയാൽ അജ്ഞാതൻ വരും. അജ്ഞാതൻ. ആര് വരണം എന്ന് തീരുമാനിക്കാനുള്ള നിങ്ങളുടെ അവകാശം ഭാരതത്തിലെ ജനാധിപത്യം ഉറപ്പുവരുത്തുന്നു. RSSകാരനോ BJPക്കാരനോ ആണോ ഈ മാതിരി പരിപാടിയെല്ലാം ചെയ്യുകയാണെങ്കിൽ ആരും അന്വേഷിച്ച് വരില്ല. കാരണം അത് രാജസ്നേഹത്തിന്റെ ഭാഗമാക്കി കണക്ക് കൂട്ടിക്കൊണ്ട് അവരങ്ങ് ക്ഷമിച്ചു കളയും. അല്ലടാ കുണ്ട, രാജസ്നേഹം. പാകിസ്ഥാന് വേണ്ടി ചാരപ്പണിയെടുത്ത 6 or 7 കുണ്ടന്മാരെയാണ്, ശാഖയിലെ കുണ്ടന്മാരെയാണ് പിടിച്ചിരിക്കുന്നത് ഈ ഇട വെച്ച്. അപ്പൊ അതുകൊണ്ട് ശാഖയിലെ കുണ്ടനൊരു കാര്യം ചെയ്യും, ഒരു പാക്കറ്റ് വെളിച്ചെണ്ണയും വാങ്ങിയിട്ട് അങ്ങ് ശാഖയിലേക്ക് നടക്ക്. കുണ്ടൻ പണിയെങ്കിലും മര്യാദയ്ക്ക് നടക്കട്ടെ. എന്നിട്ട് അടിക്കാം. ചെല്ല് ശാഖയിലെ കുണ്ട.